നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരുമ്പിലാവിൽ സ്കൂൾ വാഹനത്തിന്റെ റേഡിയേറ്റർ പൊട്ടിത്തെറിച്ചു. 3 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആൽത്തറ LMUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. കുട്ടികളുമായി വരുമ്പോൾ വാഹനത്തിന്റെ മുൻഭാഗത്തു നിന്നും പുക വരികയും റേഡിയേറ്റർ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 24 ചാക്ക് ഓലപ്പടക്കവും 7 കിലോഗ്രാം പൊട്ടാസ്യം ക്ലോറേറ്റും വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. വെടിക്കെട്ട് കലാകാരൻ കുണ്ടന്നൂർ സുന്ദരാക്ഷന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ ആണ് ഇവ സൂക്ഷിച്ചിരുന്നത്. സുന്ദരാക്ഷനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മന്നലാംകുന്നിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാർ. ജനവാസം കുറവായ മറ്റു മേഖലകളിൽ പ്ലാന്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകി. പെരുമ്പിലാവിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഹോട്ടൽ തൊഴിലാളികളുടെ ഐഫോൺ ഉൾപ്പെടെ 2 മൊബൈലും 4000 രൂപയും നഷ്ടപ്പെട്ടു. പുത്തംകുളത്തെ റസിയ വാടക ക്വാർട്ടേഴ്സിലാണ് മോഷണം. വേലൂരിൽ പുരാവസ്തു വകുപ്പിന്റെ അനാസ്ഥ മൂലം ഒരു ചരിത്ര സ്മാരകം വിസ്മൃതി തേടലിന്റെ വക്കിൽ. സംസ്കൃതം മലയാളം ഭാഷകൾക്ക് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ അർണോസ് പാദ്രിയുടെ 2.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഭവനമാണ് തകർച്ച നേരിടുന്നത്. അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യം. പെരുമ്പിലാവിൽ സ്കൂൾ വാഹനത്തിന്റെ റേഡിയേറ്റർ പൊട്ടിത്തെറിച്ച് 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആൽത്തറ LMUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു അപകടം. കുട്ടികളുമായി വരുമ്പോൾ വാഹനത്തിന്റെ മുൻഭാഗത്തു നിന്നും പുക വരികയും റേഡിയേറ്റർ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. പെരുമ്പിലാവ് പള്ളിക്കുളം സ്വദേശി പാടത്തെ പീടികയിൽ മൂസക്കുട്ടിയുടെ മക്കളായ 5-ാം ക്ലാസ്സുകാരൻ മുസമിൽ, 3-ാം ക്ലാസ്സുകാരി മുഹ്മിന, മേലേപ്പാട്ടിൽ രഹനസിന്റെ മകൾ 5-ാം ക്ലാസ്സുകാരി ഇസ മറിയം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പെരുമ്പിലാവിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഹോട്ടൽ തൊഴിലാളികളുടെ ഐഫോൺ ഉൾപ്പെടെ 2 മൊബൈലും 4000 രൂപയും നഷ്ടപ്പെട്ടു. പുത്തംകുളത്തെ റസിയ വാടക ക്വാർട്ടേഴ്സിലാണ് മോഷണം. മണ്ണാർക്കാട് സ്വദേശി ഹർഷദിന്റെ 50,000 രൂപ വിലപിടിപ്പുള്ള ഐഫോണും അലമാരയിൽ കടലാസുപെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന 4000 രൂപയും മണ്ണാർക്കാട് സ്വദേശി സഫാന്റെ 20,000 രൂപ വിലപിടിപ്പുള്ള ഫോണുമാണ് നഷ്ടപ്പെട്ടത്. കനത്ത ചൂടായതിനാൽ വാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു ഇവർ ഉറങ്ങിയിരുന്നത്. ക്വാർട്ടേഴ്സിൽ ഇവരെ കൂടാതെ മറ്റ് 2 പേരും താമസക്കാരായിട്ടുണ്ട്. ഷിഫ്റ്റ് ഡ്യൂട്ടി ആയതിനാൽ ഇവർ രാവിലെ നേരത്തെ പോയിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 12:45 ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ ഉറങ്ങാനെത്തിയത്. രാവിലെ 11ഓടെ ഉറക്കമെണീറ്റ് നോക്കിയപ്പോഴാണ് ഫോണും പണവും നഷ്ടപ്പെട്ടതായി അറിഞ്ഞത്. സമീപത്തെ വീട്ടുകാർ ഇവരുടെ വീടിന് മുന്നിൽ വെള്ളിയാഴ്ച രാവിലെ 8ഓടെ ബംഗാൾ സ്വദേശികളായ 2 പേരെ കണ്ടതായും പറയുന്നു. കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതനുസരിച്ച് അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 24 ചാക്ക് ഓലപ്പടക്കവും 7 കിലോഗ്രാം പൊട്ടാസ്യം ക്ലോറേറ്റും വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. വെടിക്കെട്ട് കലാകാരൻ കുണ്ടന്നൂർ പുഴയ്ക്കൽ സുന്ദരാക്ഷന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് ചാക്കുകളിലാക്കി ഇവ സൂക്ഷിച്ചിരുന്നത്. 3 മാസം മുൻപ് ഇവിടെ നിന്ന് വെടിക്കെട്ട് സാമഗ്രികൾ പിടികൂടിയിരുന്നു. ലൈസൻസ് ഇല്ലാതെയാണ് സുന്ദരാക്ഷൻ ഓലപ്പടക്കം ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നിർമ്മിച്ച് സൂക്ഷിച്ചിരുന്നത്. വിഷുവിന് വിൽപ്പന നടത്തുവാനാണ് ഓലപ്പടക്കം സൂക്ഷിച്ചിരുന്നത്. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ റിജിൻ M. തോമസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. സുന്ദരാക്ഷനെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. SI-മാരായ PS സുമൻ, PV പ്രദീപ്, പോലീസ് ഓഫീസർമാരായ K. സഗുൺ, സുബിൻ, സുധി, മനു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അക്ഷരങ്ങളും പുസ്തകങ്ങളും മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുവാനും അതുവഴി സമൂഹത്തെ മാറ്റിമറിക്കാനും കഴിവുള്ളതാണെന്ന് കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ 11 ദിവസങ്ങളിലായി നടത്തിവന്നിരുന്ന പുസ്തകോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബ്ദുൽ ഖാദർ. കേരളത്തിന്റെ ചരിത്രം മാത്രമല്ല, ലോകത്തിന്റെ ചരിത്രത്തിൽ പോലും പുസ്തകങ്ങളുടെ സ്വാധീനം വിലമതിക്കാനാകാത്തതാണ്. മതങ്ങളുടെ പേരിലും വംശീയതയുടെ പേരിലും മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വ്യത്യസ്ത തലങ്ങളിൽ അതിശക്തമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മനുഷ്യരുടെ മനസ്സിനെ സ്വാധീനിക്കാനും അതുവഴി സമൂഹത്തെ മാറ്റിമറിക്കാനും കെൽപ്പുള്ളവയാണ്. ലോകത്തിൻ്റെ ചരിത്രം മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെയും ചരിത്രം അത് തെളിയിക്കുന്നതാണ്. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരുമനിയൂർ സ്വദേശിയും LF മമ്മിയൂർ കോളേജിലെ ചരിത്ര വിദ്യാർത്ഥിയുമായ അമാന റിഫ അബ്ദുൾ റസാഖ് എഴുതിയ ഫാമിലി ട്രിപ്പ് എന്ന പുസ്തക പ്രകാശനം KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു.
ഗീത ടീച്ചർ പുസ്തക പരിചയം നടത്തി. സംഘാടക സമിതി കൺവീനർ MC സുനിൽകുമാർ സ്വാഗതവും ശ്യാം പെരുമ്പിലാവ് നന്ദിയും പറഞ്ഞു. TT ശിവദാസ്, GK പ്രകാശ്, KV വിവിധ്, TV സുരേന്ദ്രൻ, പ്രജിൽ അമാൻ, അമാന റസാഖ് എന്നിവർ പങ്കെടുത്തു. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി മാർച്ച് 9 മുതൽ 20 വരെ ഗുരുവായൂർ EMS സ്ക്വയറിൽ ദിവസവും വ്യത്യസ്തമായ പ്രഭാഷണങ്ങളും സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരുന്നു. കേന്ദ്ര ബജറ്റ് 2025-26 എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. K. ദാമോദരൻ സ്മാരക ഹാളിൽ നടത്തിയ സെമിനാർ BJP സംസ്ഥാന വക്താവ് നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പാർട്ടി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു. GST ടാക്സ് കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് റനേഷ് ഗോപാലൻ ബജറ്റിനെക്കുറിച്ച് സംസാരിച്ചു. KR അനീഷ്, അനീഷ് ഇയാൽ, രാജൻ തറയിൽ, ധന്യ രാമചന്ദ്രൻ, അയ്യൻ രാജേഷ്, E. ചന്ദ്രൻ, അനിൽ മഞ്ചനമ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആദരം മാതൃഭാഷയ്ക്കും ആൻഡോ മാഷിനും എന്ന പേരിൽ മാർച്ച് 30-ന് മറ്റത്ത് സംഘടിപ്പിക്കുന്ന മലയാള മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, കണ്ടാണിശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകനുമായ ജെയിംസ് കാട്ടുകാരന് ബ്രോഷർ കൈമാറി പ്രകാശനം നിർവഹിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം TO ജോയ് അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ്, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും ദേശീയ അധ്യാപക അവാർഡ് ജേത്രിയുമായ M. പത്മിനി ടീച്ചർ, ജെയ്സൺ ചാക്കോ, PA ബഷീർ, അമൽ ജോസ്, KS ദിലീപ്, MR വർഗീസ്, PT സേവി, CM ഷീന, സുധീർ സാരഥി, ഗ്ലാഡ്രേ C. ജോൺ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ജനറൽ കൺവീനർ PJ സ്റ്റൈജു മലയാള മഹോത്സവത്തെക്കുറിച്ച് വിശദീകരിച്ചു. സാമൂഹിക പ്രവർത്തക ദയാബായ്, മുരളി പെരുന്നെല്ലി MLA, ഡോക്ടർ KM അനിൽ, കവികളായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി, P. രാമൻ, സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ R. സുരേഷ് തുടങ്ങിയവർ മാർച്ച് 30-ന് കരിസ്മ പാലസിൽ നടക്കുന്ന ആദരച്ചടങ്ങിൽ സംബന്ധിക്കും. തൃശൂർ ജില്ലയിലെ ഹയർ സെക്കൻഡറി മലയാളം വിഷയത്തിൽ 100-ൽ 100 മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ AM റീന അറിയിച്ചു. അനീഷ് ആളൂർ, ജീനു മറ്റം എന്നിവരുടെ നേതൃത്വത്തിൽ സമ്മേളന നഗരിയിൽ മാതൃഭാഷാ ശില്പങ്ങളും ഒരുക്കും. സിമി സാജു, രാധാകൃഷ്ണൻ ചൂണ്ടൽ, അലൻ അക്കര, ഷീജോ വർഗീസ് എന്നിവർ നേതൃത്വം നൽകും. ചാത്തന്നൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മോട്ടോർ സൈക്കിൾ കത്തിനശിച്ചു. യാത്രക്കാരൻ ചാടി രക്ഷപ്പെട്ടു. ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. കറുകപ്പുത്തൂർ റഫീഖിന്റെ ബൈക്കാണ് കത്തിനശിച്ചത്. ഷോർട്ട് സർക്യൂട്ടോ ഇന്ധന ചോർച്ചയോ ആകാം തീ പടരാൻ ഇടയായത് എന്ന് പറയുന്നു. പട്ടാമ്പി കറുകപ്പുത്തൂർ പാതയിൽ 3/4 മണിക്കൂറോളം ഗതാഗത തടസ്സവുമുണ്ടായി. മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പോർക്കുളം പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും സംയുക്തമായി മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. സ്വകാര്യ വ്യക്തികളുടെ കുളങ്ങളിലും പൊതുജലാശയങ്ങളിലുമായി നിക്ഷേപിക്കുന്നതിനായി 3600-ലധികം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ രജനി പ്രേമൻ, വിജിത പ്രജി, സുധന്യ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കാർപ്പ് ഇനത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. പൊരിവെയിലത്ത് കുന്നംകുളം നഗരമധ്യത്തിൽ ബസ് കാത്തുനിൽക്കുന്ന യാത്രക്കാർക്ക് തണലൊരുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി. കുന്നംകുളം നഗരസഭാ കൌൺസിലർ ലബീബ് ഹസനാണ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കത്തുന്ന ചൂടിൽ ബസ് കാത്തുനിൽക്കുന്നവർക്ക് തണലൊരുക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS-ന് പരാതി നൽകിയത്. ഞങ്ങള് പരീക്ഷ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ബസ് സ്റ്റാൻഡ് മാറ്റിയതുകൊണ്ട് നല്ല വെയിലപ്പോൾ നിൽക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുക. പുതിയ ബസ് സ്റ്റാൻഡിലൊക്കെ ഞങ്ങൾ തന്നെ കയറ്റില്ല. അതുകൊണ്ടാണ് സ്റ്റോപ്പ് മാറിയ പറഞ്ഞപ്പോൾ ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പെടുന്ന വെയിലത്ത്, ഈ ചൂടുള്ള വെയിലത്ത് നിന്ന് പൊരിയാൻ ഭയങ്കര ബസ് കാത്തുനിൽക്കുന്നു. അതിന് ഷെഡ് തൽക്കാലം ഒന്ന് എടുത്ത് തന്നാൽ എല്ലാ ജനങ്ങൾക്കും വളരെ ഉപകാരമാണ്. നഗരത്തിലെത്തുന്നവർ തൃശൂർ റോഡിലുള്ള നഗരസഭയുടെ പഴയ ബസ് സ്റ്റാൻഡിന് മുൻപിലാണ് ബസ് കിട്ടാൻ കാത്തുനിൽക്കുന്നത്. പുതിയ സ്റ്റാൻഡിൽ നിന്നുള്ള ബസ്സുകളിൽ ഭൂരിഭാഗവും പഴയ സ്റ്റാൻഡിലെത്തി യാത്രക്കാരെ കയറ്റിയാണ് പോകുന്നത്. നഗരത്തിലെത്തുന്നവർ പുതിയ സ്റ്റാൻഡിലേക്കുള്ള യാത്ര ഒഴിവാക്കി ഇവിടെ കാത്തുനിൽക്കുന്നതും പതിവാണ്. വിദ്യാർത്ഥികളും വയോധികരും ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് പഴയ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി വിവിധയിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്. आधा घंटा हो गया अभी से इधर बस हम वेट कर रहे हैं, लेकिन बस नहीं मिल ही रहा है. धूप ज़्यादा है. बस स्टैंड अच्छा करता है. ये सरकार को मैं ये बोलना चाहता हूँ कि हम तो दूसरा स्टेट से आए हैं. बस ये कहना चाहता हूँ कि इधर थोड़ा बस स्टैंड में अच्छा करना चाहिए था कि धूप में हम खड़ा होते हैं.
രാവിലെ 11 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. പഴയ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്നവർക്ക് ഇത് പാലിക്കാനാകുന്നില്ല. തണലേകാനുള്ള സംവിധാനങ്ങളൊന്നും അധികാരികൾ ഇവിടെ ഒരുക്കിയിട്ടുമില്ല. ഇവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഒരു സ്റ്റാൻഡ് പോലും ഇല്ല. ഇത്രയും ബുദ്ധിമുട്ടിലാണ് ഇവിടെ നിൽക്കുന്നത് തന്നെ. എന്ത് വെയിലെന്ന് പറഞ്ഞാൽ വെയിലൊന്നും ഇപ്പോൾ സഹിക്കാൻ പറ്റാത്ത വെയിലല്ലേ, അതൊക്കെ ഒന്ന് കണ്ടറിയണതാണ്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ കഴിയാത്ത രീതിയിലാണ് യാത്രക്കാർ കനത്ത വെയിലത്ത് കാത്തുനിൽക്കേണ്ടി വരുന്നതെന്ന് കൌൺസിലർ ലബീബ് ഹസൻ പറഞ്ഞു. പഴയ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് താൽക്കാലികമായെങ്കിലും തണലേകാൻ സംവിധാനമൊരുക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് കളക്ടർക്ക് നിവേദനം നൽകിയതെന്നും ലബീബ് വ്യക്തമാക്കി. പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് താൽക്കാലികമായി അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഏർപ്പെടുത്തുകയും ആളുകൾക്ക് അവിടെ നിൽക്കാനുള്ള, ഇപ്പോൾ വെയിലാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, വെയിൽ കഴിഞ്ഞാൽ മഴ വരുമ്പോൾ ഇത് തന്നെയാണ് അപ്പോഴത്തെ പ്രശ്നം. സ്വകാര്യ ബസ്സുകളെല്ലാം തോന്നിയ പോലെയാണ് അവിടെ നിർത്തിയ ആളുകളെ കയറ്റുന്നത്. അത് കുറച്ചും കൂടി മുകളിലേക്ക് കയറ്റി നിർത്തി ആളുകളെ കയറ്റണം എന്നുള്ളത് നിരന്തരമായി ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നതാണ്. ആ വിഷയത്തിലും ഒരു പരിഹാരം കാണുന്നതിന് നഗരസഭ കഴിയുന്നില്ല. അടിയന്തരമായി ഈ വിഷയങ്ങളിലൊക്കെ ഒരു പരിഹാരം കാണണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. ആരെങ്കിലും ഒരാൾ സൂര്യാഘാതം പോലെയുള്ള കനത്ത ചൂട് ഏറ്റ് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായതിനു ശേഷം നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടിയന്തരമായി ഒരു വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ലബീബ് ഹസൻ കഴിഞ്ഞ കൌൺസിൽ യോഗത്തിലും ആവശ്യം ഉന്നയിച്ചിരുന്നു. താൽക്കാലികമായി തണ്ണീർപന്തൽ നിർമ്മിക്കുമെന്നാണ് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മറുപടി നൽകിയിരുന്നത്. മുൻവർഷങ്ങളിൽ വേനൽക്കാലത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ തണ്ണീർപന്തൽ ഒരുക്കിയിരുന്നത് യാത്രികർക്ക് ഏറെ ആശ്വാസമായിരുന്നു. ഈ വർഷം വേനൽ കടുത്തിട്ടും ഇതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല. പഴയ ബസ് സ്റ്റാൻഡിന് മുൻപിൽ നിന്ന് തൃശൂർ റോഡിലെ പോലീസ് സ്റ്റേഷന് മുൻപിലേക്ക് ബസ്സുകൾ കയറ്റി നിർത്തണമെന്ന നിർദ്ദേശവും ഇതുവരെ നടപ്പായിട്ടില്ല. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന തെരുവ് നായ്ക്കളിൽ പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള തെരുവ് നായ്ക്കൾക്ക് പഞ്ചായത്ത് വെറ്റിനറി ഡോക്ടർ അഖിലയുടെ നേതൃത്വത്തിൽ ഡോഗ് കാച്ചിങ്ങിൽ പ്രത്യേക പരിശീലനം നേടിയ രമണിയും ടീമുമാണ് തെരുവ് നായ്ക്കളെ പിടിച്ച് വാക്സിനേഷൻ നടത്തുന്നത്. 2 ദിവസമാണ് പേവിഷ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ലഹരി ഉപയോഗത്തിനെതിരെ ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസും ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാലയും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല എക്സിക്യൂട്ടീവ് മെമ്പർ ഒ.സി. ബാബുരാജ് അധ്യക്ഷനായി. ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ റിൻഡോ സി.ജെ ക്ലാസ് എടുത്തു. നഗരസഭാ കൌൺസിലർമാരായ ദീപ ബാബു, സുബിത സുധീർ എന്നിവർ സംസാരിച്ചു. ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാല സെക്രട്ടറി ടി.എസ്. ഷെനിൽ സ്വാഗതവും എം. നാരായണൻ നന്ദിയും പറഞ്ഞു. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ സ്ലീബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ 95ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി നടത്തുന്ന കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി. എറണാകുളം വടവുക്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്നാണ് കാൽനട പ്രാർത്ഥനാ യാത്ര ആരംഭിച്ചത്. ബുധനാഴ്ച മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപ്പോലിത്ത പ്രാർത്ഥിച്ച് വടവുക്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് തുടക്കം കുറിച്ചു. വ്യാഴാഴ്ച രാത്രി 7-ന് പൊയ്ക്കാട്ടുശ്ശേരി മോർബഹന യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് അങ്കമാലി മേഖലായാത്ര ആരംഭിച്ചു. മേക്കാട്, നെടുമ്പാശ്ശേരി, തിരുത്തിശ്ശേരി, അകപ്പറമ്പ്, ചെറിയ വാപ്പലശ്ശേരി, പൂതംകുറ്റി പള്ളികളിൽ സ്വീകരണം നൽകി. തൃശൂർ ഭദ്രാസനത്തിലേക്ക് പ്രവേശിച്ച തീർത്ഥയാത്രയെ വിവിധ പള്ളികളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. വെള്ളിയാഴ്ച 11-ന് തലോറിൽ എത്തിയ തീർത്ഥയാത്ര വൈകിട്ട് 6-ന് യാത്ര തുടങ്ങി ശനിയാഴ്ച രാവിലെ പാറന്നൂർ പള്ളിയിലെത്തി ഉച്ചയ്ക്ക് 2-ന് പുറപ്പെട്ട് വൈകിട്ട് കുന്നംകുളത്ത് എത്തിച്ചേരും. ശനിയാഴ്ച പുലർച്ചെ 3-ന് ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി, 9-ന് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി, 3:30-ന് അഗതിയൂർ സെന്റ് ജോർജ് സിറിയൻ സിംഹാസന ചാപ്പൽ, 4-ന് വൈശ്ശേരി മോർ യൂലിയോസ് ഹാളിൽ നിന്നും തീർത്ഥയാത്രകൾ തുടങ്ങി വൈകിട്ട് താഴത്തേപ്പാറ സെന്റ് തോമസ് ചാപ്പലിൽ സംഗമിക്കും. തുടർന്ന് പ്രദക്ഷിണമായി ആർത്താറ്റ് സിംഹാസന പള്ളിയിലേക്ക് നീങ്ങും. വൈകിട്ട് 5:30-യോടെ ബാവയുടെ കബറിങ്കൽ എത്തിച്ചേരും. തുടർന്ന് സന്ധ്യാപ്രാർത്ഥന, കബറിങ്കൽ ധൂപപ്രാർത്ഥന, പ്രദക്ഷിണം, അനുസ്മരണ സമ്മേളനം, അവാർഡ് വിതരണം, അത്താഴസദ്യയും ഉണ്ടാകും. ഓർമ്മ പെരുന്നാൾ ഞായറാഴ്ച സമാപിക്കും. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മോർ ഒസ്താത്തിയോസ് സ്ലീബ ബാവയുടെ 95ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി വെള്ളിയാഴ്ച നടന്ന വചനപ്രഘോഷണത്തിന് ഫാദർ ബൈജു കാരിക്കോട് നേതൃത്വം നൽകി. സന്ധ്യാപ്രാർത്ഥനയും ഗാനശുശ്രൂഷയുമുണ്ടായി. രാത്രി അത്താഴൂട്ടും നടന്നു.
ശനിയാഴ്ച കാൽനട തീർത്ഥാടന സംഗമം നടക്കും. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി, ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി, അഗതിയൂർ സെന്റ് ജോർജ് സിറിയൻ സിംഹാസന ചാപ്പൽ, വൈശ്ശേരി മാർ യൂലിയോസ് ഹാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥയാത്രകൾ വൈകിട്ട് 4:30 പാറയിൽ ചാപ്പലിൽ സംഗമിക്കും. 5:30 ആർത്താറ്റ് പള്ളിയിൽ എത്തിച്ചേരും. സന്ധ്യാപ്രാർത്ഥന, കബറിങ്കൽ ധൂപപ്രാർത്ഥന, പ്രദക്ഷിണം എന്നിവയുമുണ്ടാകും. തുടർന്ന് അനുസ്മരണ സമ്മേളനവും അവാർഡ് വിതരണവും നടക്കും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്കുള്ള വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര ശനിയാഴ്ച നടക്കും. രാവിലെ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ കുർബാന അർപ്പിക്കും. തുടർന്ന് 9-ന് തീർത്ഥയാത്ര ആരംഭിക്കും. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലീബാമോർ ഒസ്താത്തിയോസ് ബാവയുടെ 95-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചാണ് പരിശുദ്ധ ബാവയുടെ കബറിങ്കലിലേക്ക് വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തുന്നത്. കല്ലുംപുറം, കൊരട്ടിക്കര, അക്കിക്കാവ്, കുന്നംകുളം താഴത്തേപ്പാറ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം തീർത്ഥയാത്ര വൈകിട്ട് 6-ന് ആർത്താറ്റ് കബറിങ്കൽ എത്തിച്ചേരും. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. ലോകമെങ്ങും ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ വേലൂരിൽ പുരാവസ്തു വകുപ്പിന്റെ അനാസ്ഥ മൂലം ഒരു ചരിത്ര സ്മാരകം വിസ്മൃതി തേടലിന്റെ വക്കിലാണ്. സംസ്കൃതം, മലയാളം ഭാഷകൾക്ക് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ അർണോസ് പാതിരിയുടെ 2.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഭവനമാണ് തകർച്ചയിലായിട്ടുള്ളത്. 1712 വേലൂരിലെത്തിയ അർണോസ് പാതിരി വേലൂരിലെ വിശ്വാസികൾക്കായി വേലൂർ പഴയങ്ങാടിയിൽ പ്രാർത്ഥനാലയം സ്ഥാപിക്കുകയും പിന്നീടാണ് വൈദിക മന്ദിരവും ഇന്നു കാണുന്ന പഴയ പള്ളിയും നിർമ്മിച്ചത്. പള്ളി നിർമ്മിക്കുന്നതിനോടൊപ്പം ഹിന്ദുശാസ്ത്രപ്രകാരം കിഴക്കു പടിഞ്ഞാറു ഭാഗങ്ങളിൽ പ്രവേശന ഗോപുരം നിർമ്മിക്കുകയും മഹാക്ഷേത്ര മാതൃകയിൽ പള്ളിക്കു ചുറ്റും ആനപ്പള്ളമതിൽ പണിയുകയും ചെയ്തു. ക്ഷേത്രത്തിനടുത്ത് കുളം ആവശ്യമാണെന്ന സങ്കല്പത്തിലും കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്നും വരുന്ന വിശ്വാസികൾക്ക് കാൽ കഴുകി ശുദ്ധി വരുത്തി പള്ളിയിലേക്കു കയറുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പടിഞ്ഞാറു ഭാഗത്ത് കുളം നിർമ്മിച്ചത്. ഇതിൽ സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ് വേലൂരിലെ അർണോസ് പാതിരി നിർമ്മിച്ച ദേവാലയവും പാതിരി താമസിച്ചിരുന്ന ഭവനവും. അർണോസ് പാതിരി 2 പതിറ്റാണ്ടോളം താമസിച്ചിരുന്ന വേലൂരിലെ ഭവനമാണ് അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ നശിക്കുന്നത്. പുത്തൻപാന അടക്കമുള്ള ക്രിസ്തീയ കൃതികളും സംസ്കൃത വ്യാകരണ പുസ്തകങ്ങളും ഇവിടെയിരുന്നാണ് അദ്ദേഹം രചന നിർവഹിച്ചത്. 2 വർഷത്തിലേറെയായി അർണോസ് പാതിരിയുടെ വേലൂരിലുള്ള അർണോസ് ഭവനം ചിതൽ തിന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വേലൂർക്കാരുടെ ആവശ്യപ്രകാരമാണ് പുരാവസ്തു വകുപ്പ് പാതിരി നിർമ്മിച്ച ദേവാലയവും ഭവനവും ഏറ്റെടുത്തത്. അച്യുതമേനോൻ, AK ആന്റണി തുടങ്ങിയ മുഖ്യമന്ത്രിമാരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും അന്തരിച്ച സൈമൺ ബ്രിട്ടോ അടക്കമുള്ള അനേകം സാഹിത്യനായകന്മാരും ഒട്ടനവധി വിദേശ സഞ്ചാരികളും സന്ദർശിച്ചിട്ടുള്ള ഈ സ്മാരകം ലോകശ്രദ്ധയാകർഷിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ്. 1995 സംസ്ഥാന സർക്കാർ അർണോസ് വസതിയും പാതിരി സ്ഥാപിച്ച വേലൂർ ദേവാലയവും സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചത്. ഒരു സംസ്കാരത്തിന് തുടക്കമിട്ട ചരിത്ര സ്മാരകത്തെ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് അർണോസിനെ സ്നേഹിക്കുന്നവർക്കും വേലൂർ ജനതയ്ക്കുമുള്ളത്. മേരെ പ്യാരെ ചങ്ങായീസ് എന്ന പേരിൽ അതിഥി തൊഴിലാളികൾക്കായി വേറിട്ട ഇഫ്താർ വിരുന്നൊരുക്കി പെരുമ്പിലാവ് അൻസാർ കോളേജിലെ BEd വിദ്യാർത്ഥിനികൾ. കാരുണ്യ പദ്ധതിയും NSS ടീമും സംയുക്തമായി സംഘടിപ്പിച്ച ഇഫ്താറിൽ 40ഓളം കുടുംബങ്ങൾ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി നടന്ന കുടുംബസംഗമത്തിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ മഹമ്മൂദ് ശിഹാബ് അധ്യക്ഷത വഹിച്ചു. കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി അതിഥി തൊഴിലാളികൾക്കായി നടത്താനിരിക്കുന്ന തുടർ പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം ചടങ്ങിൽ വിശദമാക്കി. NSS പ്രോഗ്രാം ഓഫീസർ MS സൗമ്യയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ അബ്ദുൾ മജീദ്, ഡോക്ടർ ഷംസു ഫിർസാദ്, ശ്യാംജിത രാജൻ, അബ്ദുൾ ഹൈ, ഫായിസ, അർഷ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ ഫത്ത്, ഹിഷാം താലിബ്, AK അബ്ദുൾ കരീം, R ഫൈസൽ, കാവ്യ രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 1 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം. പെരുമ്പിലാവിൽ വാട്ടർ ATMന്റെ നിർമ്മാണം തുടങ്ങി. സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രയോജനപ്രദമായ കുടിവെള്ള ATM പദ്ധതിയുടെ നിർമ്മാണമാണ് തുടങ്ങിയത്. പെരുമ്പിലാവ് ജംഗ്ഷനിലെ പൊതു കിണറിനോട് ചേർന്ന് 6 ലക്ഷം രൂപ ചെലവിട്ടാണ് ATM നിർമ്മിക്കുന്നത്. 1 രൂപയ്ക്ക് 1 ലിറ്റർ ശുദ്ധജലം ലഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണം. തണുത്തതോ അല്ലാത്തതോ ആയ വെള്ളം ലഭിക്കും. കിണറ്റിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്ന ജലം വലിയ ശുദ്ധീകരണ സംവിധാനം വഴി ശുദ്ധീകരിച്ചാണ് പൊതുജനത്തിന് നൽകുക. ജംഗ്ഷനിലെ കാടുമൂടി നശിച്ചുകൊണ്ടിരിക്കുന്ന പൊതുകിണർ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് പദ്ധതി തുടങ്ങിയത്. പെരുമ്പിലാവ്, പരുവക്കുന്ന്, അംബേദ്കർ നഗർ എന്നിവിടങ്ങളിലെ ജനങ്ങൾ ഒരു കാലത്ത് കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന കിണർ പിന്നീട് മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമായിരുന്നു. കിണറ്റിലെ മാലിന്യമെല്ലാം നീക്കം ചെയ്ത് ശുദ്ധീകരിച്ച ശേഷമാണ് ATMനായി ഉപയോഗപ്പെടുത്തുക.
പരൂർ മഹല്ല് മീഡിയയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും നോമ്പുതുറയും സംഘടിപ്പിച്ചു. പരൂർ ഡ്രീം പാലസിൽ നടത്തിയ ചടങ്ങ് മഹല്ല് ഖത്തീബ് അഹമ്മദ് കബീർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. PMM സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് PM സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, സൊസൈറ്റി പ്രസിഡന്റ് P ഗോപാലൻ, ദാറുസ്സലാം മസ്ജിദ് ഇമാം അബ്ദുൾ മജീദ് മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. മഹല്ല് സെക്രട്ടറി അബ്ദുൾ അസീസ് ഹാജി, വാർഡ് മെമ്പർ ഹാജറ കമറുദ്ദീൻ, കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ശേഷം നോമ്പുതുറയും ഉണ്ടായി. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ട്രക്കിങ്ങിന് പോകണമെന്നാണ് ക്ലിന്റ് ജെയിംസ് പറയുന്നത്. ജീവിതത്തിലെ ആദ്യ ട്രക്കിംഗ് അത്രമേൽ അനുഭവവേദ്യമായതു തന്നെയാണ് അവയെ കടലാസിൽ പകർത്താൻ പ്രചോദനമായതും. ഹിമാലയൻ യാത്രാനുഭവങ്ങളെ പകർത്തിയ ക്ലിന്റിന്റെ പുസ്തകം ശ്രദ്ധേയമാവുകയാണ്. മറ്റം സ്വദേശിയും ഗുരുവായൂർ മെയിൻ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററുമായ ക്ലിന്റ് തന്റെ കസിൻ സഹോദരങ്ങളായ ആൽവിൻ, അജിൻ, അജോ, അലൻ എന്നിവർക്കൊപ്പമാണ് ഉത്തരാഖണ്ഡിലെ ഗാർഹോൾ മലനിരകളിൽപ്പെട്ട ഹർക്കിദുൻ താഴ്വരയിൽ ട്രക്കിംഗ് നടത്തിയത്. 2024 മെയ്യിലായിരുന്നു 6 ദിവസം നീണ്ടുനിന്ന ട്രക്കിംഗ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള കോട്ട്ഗാവ് ഗ്രാമത്തിൽ നിന്നാണ് ട്രക്കിംഗ് ആരംഭിച്ചത്. ഏകദേശം 20 കിലോമീറ്റർ നടന്ന് ഫിനിഷിംഗ് പോയിന്റായ ഹർക്കിദൂനിലെത്താൻ 3 ദിവസമെടുത്തു. ട്രക്കിങ്ങിനു ശേഷം നാട്ടിലെത്തിയ ക്ലിന്റ് തന്റെ അനുഭവങ്ങളെ പുസ്തകമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ട്രക്കിങ്ങിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളും യാത്രയിലെ അനുഭവങ്ങളും നേരിട്ട ബുദ്ധിമുട്ടുകളും വളരെ ലളിതമായി വിവരിച്ചുകൊണ്ടാണ് പുസ്തകം രചിച്ചത്. ഹർക്കിദൂൻ ഹിമാലയൻ ട്രക്കിംഗ് എന്ന തലക്കെട്ടിലെഴുതിയ പുസ്തകത്തിന്റെ പ്രസാധകർ പയ്യന്നൂർ പുസ്തകഭവനാണ്. നർമ്മത്തിൽ പൊതിഞ്ഞെഴുതിയതെങ്കിലും സത്യസന്ധമായ വിവരണം വളരെ ഹൃദ്യമായി തോന്നും. 2 പതിപ്പുകൾ ഇതിനകം പുറത്തിറങ്ങിയ പുസ്തകത്തിന്റെ തമിഴ് പരിഭാഷ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകളും നടക്കുകയാണ്. സോഷ്യൽ മീഡിയയും ഓൺലൈൻ ഗെയിമുകളുമല്ല യാത്രകളാണ് വലിയ അനുഭവങ്ങൾ തരുന്നതെന്ന് ക്ലിന്റ് പറയുന്നു. കൂടുതൽ യാത്രാ വിവരണങ്ങൾ എഴുതാൻ താൽപ്പര്യപ്പെടുന്ന ക്ലിന്റ് 2026 നേപ്പാളിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഭാര്യ സാന്ദ്ര SBI കുന്നംകുളം ബ്രാഞ്ചിലെ ജീവനക്കാരിയാണ്. 1ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇസബൽ, 3 വയസ്സുകാരൻ ഹാമിഷ് എന്നിവർ മക്കളാണ്. DYFI കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായിരിക്കെ അകാലത്തിൽ വിട പറഞ്ഞ അനുഷ അഗതിയൂരിനെ അനുസ്മരിച്ചു. അഗതിയൂർ DVM സ്കൂളിൽ DYFI പോർക്കുളം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ മേഖലാ ട്രഷറർ ഒലീവ ബാലൻ അധ്യക്ഷയായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, എഴുത്തുകാരി ദീപ നിശാന്ത്, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം റോസൽ രാജ്, ബാലസംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PI യശ്വന്ത്, CPIM ലോക്കൽ സെക്രട്ടറി KM നാരായണൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ, PI യദുകൃഷ്ണ, അഖില മുകേഷ്, KM അഭിജിത്ത് എന്നിവർ സംസാരിച്ചു. ഇന്ന് ഈ ഉത്തരവാദിത്വവും പ്രവർത്തനങ്ങളും നടത്തി മുന്നോട്ട് പോകുന്ന നമ്മളെല്ലാം ആ മാതൃക സ്വീകരിക്കുക എന്നതാണ് നമ്മളിൽ നിന്ന് കാലത്തിൽ വേർപിരിഞ്ഞു പോയ ഒരു സഖാവിനോട് ആ സഖാവിൻ്റെ സ്മരണയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്, നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്കെല്ലാം പരമാവധി പരിശ്രമിക്കാം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ. ദാരിദ്ര്യ ലഘൂകരണം, ക്ഷേമ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകി പുന്നേർകുളം പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് EK നിഷാർ അവതരിപ്പിച്ചു. എന്നാൽ ബജറ്റ് ആവർത്തന വിരസമെന്ന് പ്രതിപക്ഷത്തെ UDF കുറ്റപ്പെടുത്തി. 1,51,43,665 രൂപ മുന്നിരിപ്പുമടക്കം 29,33,76,515 രൂപ വരവും 28,55,18,500 രൂപ ചിലവും 78,58,15 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അംഗീകാരത്തിനായി സമർപ്പിച്ചത്. മത്സ്യബന്ധനത്തിന് 8,50,000, കുടിവെള്ളം 17,11,000, യുവജനം സ്പോർട്സ് 33 ലക്ഷം, അടിസ്ഥാന സൗകര്യം 5 കോടി, പട്ടികജാതി വികസനം 7,06,000, ആരോഗ്യം 40 ലക്ഷം, വിദ്യാഭ്യാസം 16 ലക്ഷം, കാർഷിക മേഖല 1,20 ലക്ഷം, വിദ്യാഭ്യാസം 16 ലക്ഷം, ശുചിത്വം 30 ലക്ഷം, ഭവന നിർമ്മാണം 2 കോടി, വനിതാ സംരക്ഷണം 25 ലക്ഷം, കുട്ടികളുടെ ക്ഷേമം 18 ലക്ഷം, വയോജനങ്ങൾ 10 ലക്ഷം, ദാരിദ്ര്യ ലഘൂകരണം, വിവിധ ക്ഷേമ പദ്ധതികൾ 12 കോടി, ടൂറിസം 20 ലക്ഷം എന്നിങ്ങനെ വിവിധ ക്ഷേമ പദ്ധതികൾക്കായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ബഡ്ജറ്റ് സമ്മേളനം
പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ആമുഖ പ്രഭാഷണം നടത്തി. സെക്രട്ടറി RS ശ്രീലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പ്രേമ സിദ്ധാർത്ഥൻ, ബിന്ദു ടീച്ചർ, ആലത്തയിൽ മൂസ തുടങ്ങി മെമ്പർമാരും പഞ്ചായത്ത് ജീവനക്കാരും പങ്കെടുത്തു. ആലത്തയിൽ മൂസ ബഡ്ജറ്റിനെ അനുകൂലിച്ചും KH ആബിദ്, അബു താഹിർ, ഇന്ദിരാ പ്രബലൻ, അനിത ധർമ്മൻ എന്നിവർ ഭേദഗതികൾക്കായി ശുപാർശ ചെയ്തും ചർച്ചയിൽ പങ്കെടുത്തു. തുടർന്ന് ഇഫ്താർ മീറ്റുമുണ്ടായി. അതേസമയം ബജറ്റ് കഴിഞ്ഞ വർഷത്തെ ആവർത്തനമെന്ന് പ്രതിപക്ഷത്തെ UDF അംഗങ്ങൾ ആരോപിച്ചു. കൃഷിമന്ത്രി വാഗ്ദാനം ചെയ്ത പുന്നയൂർകുളം അരി സംബന്ധിച്ച് പഞ്ചായത്ത് ബജറ്റിൽ പരാമർശമില്ലെന്നും അബു താഹിർ, KH ആബിദ്, സജിത ജയൻ, ദേവകി ശ്രീധരൻ, ഷാനിബ മൊയ്തുണ്ണി എന്നിവർ കുറ്റപ്പെടുത്തി. സംസ്ഥാന പാതയിൽ പാറേമ്പാടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് മാറ്റാനായി എത്തിച്ച പൈപ്പുകളിൽ പലതും ഉപയോഗശൂന്യമായവ, വലിയ പൊട്ടലുള്ളതും വശങ്ങൾ കേടുവന്നതുമായ പൈപ്പുകളാണ് റോഡിൽ തള്ളിയിട്ടുള്ളത്. ഈ പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചാൽ വെള്ളം ചോരുന്നത് പതിവാകുമെന്ന് നാട്ടുകാർ ആരോപിച്ചു. തൃശൂർ കുറ്റിപ്പുറം റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് അക്കിക്കാവ് മുതൽ കുന്നംകുളം വരെയുള്ള റോഡിലെ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നത്. അരനൂറ്റാണ്ടോളം പഴക്കമുള്ള പൈപ്പുകൾ പൊട്ടി ശുദ്ധജല വിതരണം മുടങ്ങുന്നത് പതിവായിരുന്നു. പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതോടെ പൈപ്പ് പൊട്ടലിന് ശമനമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ. എന്നാൽ പൊട്ടിയ പൈപ്പുകൾ സ്ഥാപിച്ചാൽ വീണ്ടും വെള്ളം പാഴാകുമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. അധികൃതർ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് മുൻപ് പരിശോധന നടത്തി നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കെ കരുണാകരൻ സ്റ്റഡീസ് സെന്റർ പുന്നയൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി വനിതാ സംഗമവും റംസാൻ കിറ്റ് വിതരണവും നടത്തി. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സുബൈദ പാലക്കൽ അധ്യക്ഷത വഹിച്ചു. കോവിഡാനന്തരം അതിജീവിച്ച 100 മലയാളികളിൽ റീബിൽഡേഴ്സ് ഓഫ് കേരള ബുക്കിൽ ഉൾപ്പെട്ട മുജീബ് പുളിക്കുന്നത്തിനെയും വേൾഡ് ഗിന്നസ് റെക്കോർഡർ പ്രസന്ന കുമാരിയെയും ആദരിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഉമ്മർ മുക്കണ്ടത്ത്, പുന്നയൂർ മണ്ഡലം പ്രസിഡന്റ് മുനാഷ് മച്ചിങ്ങൽ, UDF ചെയർമാൻ ഷാനവാസ്, കരീം കരിപ്പോട്ട്, ഫൈസൽ മൂക്കിലപീടികയിൽ, അഷ്റഫ് പുളിക്കൽ, മൊയ്തീൻ കോയ, ചുറ്റുവട്ടം അസോസിയേഷൻ പ്രസിഡന്റ് സീമ എന്നിവർ സംസാരിച്ചു. ഇവന്റ്സ് വർക്കേഴ്സ് മേഖലയിലെ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവന്റ്സ് വർക്കേഴ്സ് യൂണിയൻ CITU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന് നിവേദനം സമർപ്പിച്ചു. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ചേംബറിലെത്തിയാണ് നിവേദനം നൽകിയത്. CITU സംസ്ഥാന കമ്മിറ്റി അംഗം NK അക്ബർ MLA, യൂണിയൻ ജില്ലാ സെക്രട്ടറി AU ഷെഫീദ്, പ്രസിഡന്റ് PG സുബിദാസ്, ട്രഷറർ TM റോയ്, വൈസ് പ്രസിഡന്റുമാരായ KC സുനിൽ, MK ശശിധരൻ എന്നിവരും സംബന്ധിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വിഭാഗത്തിന് 77,700 രൂപയും ജനറൽ വിഭാഗത്തിന് 3,29,300 രൂപയും ചിലവഴിച്ചാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് സൗജന്യമായി കട്ടിൽ വിതരണം ചെയ്തത്. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PT ജോസ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന, പഞ്ചായത്ത് അംഗങ്ങൾ, അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ്, ICDS സൂപ്പർവൈസർ ഷൈനി, SSC പ്രൊമോട്ടർ അർഷ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആദ്യഘട്ടത്തിൽ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത അർഹരായ 15 പട്ടികജാതി വിഭാഗം ഗുണഭോക്താക്കൾക്കും 40 ജനറൽ വിഭാഗം ഗുണഭോക്താക്കൾക്കുമാണ് കട്ടിൽ നൽകിയത്. പുന്നയൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മന്നലാംകുന്നിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാർ. ജനവാസം കുറവായ മറ്റ് മേഖലകളിൽ പ്ലാന്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ അധികൃതർക്ക് നിവേദനം നൽകി. നിയമപ്രകാരം പുന്നയൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന പുറമ്പോക്ക് ഭൂമിയിൽ ഷെഡ് ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ നിരോധിച്ച് ഉത്തരവുണ്ടായിരിക്കെ തീരദേശ പരിപാലന നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്ന കടൽ തീരത്തെ പുറമ്പോക്ക് ഭൂമിയിലാണ് മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാൻ പുന്നയൂർ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടുത്തെ ജനങ്ങൾക്കും സമീപമുള്ള ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അധികൃതർക്ക് പരാതി നൽകിയത്. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, ആരോഗ്യവകുപ്പ് മന്ത്രി, ആരോഗ്യവകുപ്പ് സെക്രട്ടറി, തദ്ദേശ വകുപ്പ് മന്ത്രി, തദ്ദേശ വകുപ്പ് സെക്രട്ടറി, ജില്ലാ മെഡിക്കൽ ഓഫീസർ, RTO, പുന്നയൂർ വില്ലേജ് ഓഫീസർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. പുന്നയൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഭീമ ഹർജിയും നൽകി. പ്രദേശത്ത് നിലവിലുള്ള മിനി MCF ഉണ്ടായിരിക്കെയാണ് പുതിയ പ്ലാന്റ് ഇവിടെ നിർമ്മിക്കാൻ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. 20 വാർഡിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സംഭരിക്കുന്നത് പ്രദേശവാസികളോടും ടൂറിസം മേഖലയ്ക്കും വളരെയേറെ പ്രാധാന്യമുള്ള നാടിനെയും നശിപ്പിക്കുന്ന പ്രവൃത്തിയാണെന്ന് പരാതിയിൽ പറയുന്നു. ഇത്തരം ശ്രമങ്ങളിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ പിന്മാറണമെന്നും തീരദേശത്ത് കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ കൂടുതൽ തീരങ്ങളുള്ള മറ്റിടങ്ങളിലേക്ക് പദ്ധതി മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.
അതിന് ആ പ്രദേശത്ത് താമസിക്കുന്നവരും അവിടുത്തെ വിദ്യാലയങ്ങൾ, സ്കൂൾ, ഗവൺമെൻറ് ഫിഷറീസ് UP സ്കൂളുണ്ട്, അവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. ഈ താമസിക്കുന്ന മേഖലയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ അതെല്ലാം കാറ്റിൽ പരത്തിക്കൊണ്ട് പുന്നയൂർ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ നിന്ന് നിർമ്മിക്കാൻ പോകുന്നു. അത് ഒരു കാരണവശാലും ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾ ഒരിക്കലും അത് അവിടെ വരുത്താൻ അനുവദിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും റവന്യൂ മന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും തൃശ്ശൂർ DMO എന്ന് വേണ്ട മറ്റെല്ലാ ആളുകൾക്കും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. വേനൽ കടുത്തതോടെ രൂക്ഷമായ കുടിവെള്ള ദൗർലഭ്യം നേരിടുന്ന തലക്കോട്ടുകര, മണലി, കേച്ചേരി, റെനിൽ വരെയുള്ള ഭാഗങ്ങളിലേക്ക് വാഴാനി കനാലിലൂടെ വെള്ളമെത്തിച്ച ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെ ചൂണ്ടൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മണലി കനാൽ ബണ്ട് പരിസരത്ത് ചേർന്ന അനുമോദന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം TP പ്രജേഷ് അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ PS സന്ദീപ്, VP ലീല, സ്മിത ഷാജി, പാടശേഖര കമ്മിറ്റി ഭാരവാഹി ഡേവിസ് മണ്ഡല, വാഴാനി ജലസേചന കമ്മിറ്റി അംഗം ബൈജു കുറ്റിക്കാട്ട്, പൊതുപ്രവർത്തകരായ VK ഹരിദാസ്, KL പോൾസൺ, CL ചെറിയാൻ, മുൻ സ്ഥിരം സമിതി ചെയർമാൻ ഷാജി കൊയിലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വാഴാനി ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ PSN സാൽവിൻ, ജീവനക്കാരൻ സജിത്ത് എന്നിവർ മറുപടി പറഞ്ഞു. മാർച്ച് 27 വ്യാഴാഴ്ച ലോക നാടക ദിനാഘോഷത്തിന്റെ ഭാഗമായി ഞമ്മനങ്ങാട് തിയേറ്റർ വില്ലേജ് ഒരുക്കുന്ന പുതിയ നാടകത്തിന്റെ ആദ്യ അവതരണത്തിന് വേദിയൊരുക്കുന്നു. വീട്ടരങ്ങിൽ ഒരുക്കിയിരിക്കുന്ന ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകം രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് പ്രദീപ് നാരായണനാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാര ജേതാവും 50 വർഷത്തിലേറെ കാലമായി നാടകരംഗത്ത് സജീവ സാന്നിധ്യവുമായ മീനരാജ് പള്ളുരുത്തിയാണ് നായക കഥാപാത്രമായ ശങ്കരേട്ടനായി അഭിനയിക്കുന്നത്. ഫാലിമി എന്ന സൂപ്പർഹിറ്റ് സിനിമയിലെ മുഖ്യ കഥാപാത്രമായി പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ മീനരാജ് സിനിമാ തിരക്കുകൾക്ക് അവധി കൊടുത്താണ് നാടക ക്യാമ്പിലെത്തിയത്. അതൊരു ലൈവ് ഒരു വീടാണ് നമ്മളുടെ കഥാപാത്രം. ആ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഓരോ കഥാപാത്രങ്ങൾ കയറി വരുന്നതും ഇപ്പോൾ നടക്കുന്ന മാതാപിതാക്കളെ ഒക്കെ കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വിടുന്നില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അങ്ങനെ അത് മാത്രമല്ല എല്ലാതും ഉണ്ട്. സീരിയൽ അഭിനേത്രിയായ രജനി മുരളിയാണ് നാടകത്തിലെ ഹൃദയകുമാരി എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. 2014 നോക്കുകുത്തികൾ ഉണ്ടാവുന്നത് എന്ന നാടകവും നിങ്ങൾ ക്യൂവിലാണ് എന്ന നാടകവും ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് ഇതിനു മുൻപ് വീട്ടരങ്ങ് വേദിയിലൂടെ അരങ്ങിലെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വീട്ടരങ്ങെന്നുള്ള ആ ഒരു ഫോർമാറ്റിൽ, അതങ്ങനെ ഒരു വീട് തിയേറ്റർ ആകുന്ന രീതിയിലേക്ക്, വീട് സ്റ്റേജ് ആകുന്ന രീതിയിലേക്ക് നമ്മൾ മൂന്നാമത് ഒരു നാടകം ഒരുക്കുകയാണ്. ഉച്ചപ്രാന്ത് എന്നാണ് പേര്. ഇത് നാരായണേട്ടൻ പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച ഒരു ഷോർട്ട് ഫിലിം, ഞങ്ങൾ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്വതന്ത്രമായ നാടകാവിഷ്കാരമാണ്. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് മീനരാജും രജനി ചേച്ചിയും പിന്നെ നമ്മുടെ NTVയിലെ സ്ഥിരം ടീം, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ വിരിപ്പാക്ക, സുനിൽ ചന്ദ്രൻ. ശങ്കരമേനോനും ഭാര്യ ഹൃദയകുമാരിയും താമസിക്കുന്ന വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അയൽപ്പക്കത്തുള്ളവർ കാണുന്ന രീതിയിലാണ് ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശബ്ദവും വെളിച്ചവും കൊടുത്ത് സാമൂഹ്യ സംഗീത നാടകം എന്നുള്ള രീതിക്ക് പകരമായിക്കൊണ്ട്, അതിന് ബദലായിക്കൊണ്ട് തന്നെ നമ്മൾ നാടകങ്ങൾ മുൻകാലങ്ങളിലേതുപോലെ നമ്മൾ NTV ചെയ്തിട്ടുള്ളത് നോക്കുകുത്തികൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ നാടകം ചെയ്തിട്ടുള്ളത് ഗൃഹസദസ്സുകളിലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീടുകളിലാണ് ഈ നാടകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഈ ലോക നാടക ദിനത്തോടനുബന്ധിച്ച് തുടങ്ങുന്നതിനോട് ഒപ്പം ഇനിയിവിടെ നമ്മൾ തുടർന്ന് നമ്മൾ ഗൃഹസദസ്സുകളിലാണ് കൂടുതലായിട്ട് നാടകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീട്ടുമുറ്റത്തു കളിക്കുന്ന നാടകമല്ല, വീടും മുറ്റവും തന്നെ സ്റ്റേജാക്കിയാണ് നാടകം അവതരിപ്പിക്കുന്നത്. നാരായണേട്ടൻ ചെയ്ത റോളിലേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിൽ തന്നെ പ്രദീപ് നാരായണൻ ക്ഷണിച്ചു. ഞാൻ എങ്ങനെ വന്നതാണ്. ഇത് മനുഷ്യൻ്റെ ബന്ധങ്ങളുടെ അർത്ഥമില്ലായ്മയും ഒക്കെ പറയുന്നൊരു നാടകമാണ്. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളെക്കുറിച്ചുള്ള ഒരു ആധി ഈ നാടകത്തിൽ. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിലെ മതിൽക്കെട്ടുകൾ വർലി ചിത്രകലയാൽ മനോഹരമാക്കി വിദ്യാർത്ഥികൾ. 2ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള 30ഓളം കുട്ടികൾ 2 ആഴ്ചയോളം സമയമെടുത്താണ് മതിൽക്കെട്ടുകളിൽ ചിത്രങ്ങൾ വരച്ചത്. മഹാരാഷ്ട്രയിലെ വർലി ഗോത്രജന വിഭാഗത്തിന്റെ പരമ്പരാഗത ചിത്രകലയായ വർലി ചിത്രകല സ്കൂളിലെ കലാ അധ്യാപിക ആതിരയുടെ മേൽനോട്ടത്തിലാണ് കുട്ടികൾ ചെയ്തത്.
മണ്ണ് പുരണ്ട ചുവന്ന തറയിലോ മതിലിലോ വരയ്ക്കുന്ന ഈ ചിത്രങ്ങളിൽ മനുഷ്യർ, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ തുടങ്ങിയ പ്രകൃതി സംബന്ധമായ ഘടകങ്ങൾ ലളിതമായ ഭൗമിതിക ആകൃതികളായാണ് വരയ്ക്കുക. കുട്ടികളിൽ പാരമ്പര്യ കലാബോധം ഉണർത്താൻ വേണ്ടിയാണ് വർലി ചിത്രകല തെരഞ്ഞെടുത്തതെന്ന് കലാധ്യാപിക അഭിപ്രായപ്പെട്ടു. തൃപ്പറ്റ് മര്യാദമൂല ചാരിറ്റബിൾ സൊസൈറ്റി റംസാൻ വിഷുക്കിറ്റ് വിതരണം ചെയ്തു. സൊസൈറ്റി ചെയർമാൻ പെരിയാട്ടയിൽ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് വെള്ളപ്പറമ്പിൽ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ പി ധർമ്മൻ, മജീദ് വാക്കുളത്തിൽ, വി എൻ ഷനോജ്, റഷീദ് കള്ളിവളപ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഹരിത ഗ്രാമപഞ്ചായത്ത് എന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ CDS ബാലസഭ കുട്ടികൾക്ക് പേപ്പർ ബാഗ് നിർമ്മാണത്തിൽ പരിശീലനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി മുഖ്യാതിഥിയായി. കരകൌശല അധ്യാപിക KV രാധിക പേപ്പർ ബാഗ് നിർമ്മിക്കാൻ കുട്ടികൾക്ക് പരിശീലനം നൽകി. CDS വൈസ് ചെയർപേഴ്സൺ റജുല അബ്ദുൾ വഹാബ്, കുടുംബശ്രീ അക്കൌണ്ടന്റ് സുനിത അജി എന്നിവർ നേതൃത്വം വഹിച്ചു. ആശാ വർക്കേഴ്സ് CATU ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, മിനിമം വേതനം 26,000 രൂപ അനുവദിക്കുക, പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ ഗ്രാറ്റുവിറ്റി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശമാരുടെ ദേശീയവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മാർച്ച് നടത്തിയത്. ചാവക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ CATU ചാവക്കാട് ഏരിയ പ്രസിഡന്റ് KM അലി ഉദ്ഘാടനം ചെയ്തു. ഏരിയ ട്രഷറർ വിനിത നന്ദൻ അധ്യക്ഷയായി. അഭിനി ശിവജി സ്വാഗതവും സതി നന്ദിയും പറഞ്ഞു. മരത്തംകോട് അമ്പലം പള്ളി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ഏകദിന ഏകാദശ രുദ്രയാഗം ശനിയാഴ്ച നടക്കും. രക്ഷാധികാരി ശ്രീലാൽ ശാന്തിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഏകദിന ഏകാദശ രുദ്രയജ്ഞത്തിൽ പെരുമ്പടപ്പുമന ഹൃഷികേശൻ സോമയാജിപ്പാട്, വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കൽ, രാമചന്ദ്രൻ തന്ത്രി, രാജനാരായണ കാളിദാസ ഭട്ട് തിരുമിറ്റക്കോട്, നേപ്പാളിലെ ശ്രീമദ് ബ്രഹ്മാനന്ദഗിരി സ്വാമി എന്നിവർ അതിഥികളായി പങ്കെടുക്കും. ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രികൾ, വിനു മഹോദയ തന്ത്രി, ഷാജി ശർമ്മ എന്നിവരാണ് യാഗാചാര്യന്മാർ. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സൈലേഴ്സ് ഫെഡറേഷൻ CATU സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 28-29 തീയതികളിൽ ഗുരുവായൂർ ടൗൺ ഹാളിൽ നടക്കും. സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം CATU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PK പുഷ്പാകരൻ അധ്യക്ഷനായി. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി TB സുബൈർ, സംസ്ഥാന പ്രസിഡന്റ് PR ജയപ്രകാശ്, CATU ജില്ലാ വൈസ് പ്രസിഡന്റ് C സുമേഷ്, CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസ്, ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ KM അഷ്റഫ്, CATU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് എന്നിവർ സംസാരിച്ചു. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിട പറയാം ലഹരിയോട് കാത്തു സൂക്ഷിക്കാൻ നമ്മെ തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം അക്കിക്കാവ് PSM ഡെന്റൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കുന്നംകുളം എക്സൈസ് റേഞ്ച് ഓഫീസർ K മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി N ഷാജി തോമസ് അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം മുഖ്യ സന്ദേശം നൽകി. പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ ബ്രോഷർ വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ അനീസ് അഹമ്മദിന് കൈമാറി. പ്രിൻസിപ്പാൾ ഡോക്ടർ ഷാജി T വർഗീസിന് ഓർമ്മമരം കൈമാറി. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡെന്നിസ് മങ്ങാട് പദ്ധതി വിശദീകരണം നടത്തി. PSM ഡെന്റൽ കോളേജ് PRO ജയ്ലാൽ, പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് കടവല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് വൃക്ഷത്തൈകൾ സമ്മാനമായി നൽകി. ഡോക്ടർ R രാഹുൽ സ്വാഗതവും ഡോക്ടർ അമലിൻ ഗ്രേസ് ആന്റണി നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,270 രൂപ, പവന് 66,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചരമം കോട്ടപ്പടി പിള്ളക്കാട് വലിയകത്ത് പരേതനായ കുഞ്ഞുമുഹമ്മദ് മകൻ ജലീൽ ഹൃദയാഘാതം മൂലം സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ച് നിര്യാതനായി. 51 വയസ്സായിരുന്നു. ഖബറടക്കം പിള്ളക്കാട് ജുമാ മസ്ജിദിൽ നടന്നു. ഷെമീന ഭാര്യയും നസ്രിൻ, നിദ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരുമ്പിലാവിൽ സ്കൂൾ വാഹനത്തിന്റെ റേഡിയേറ്റർ പൊട്ടിത്തെറിച്ചു. 3 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആൽത്തറ LMUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. കുട്ടികളുമായി വരുമ്പോൾ വാഹനത്തിന്റെ മുൻഭാഗത്തു നിന്നും പുക വരികയും റേഡിയേറ്റർ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു.
എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 24 ചാക്ക് ഓലപ്പടക്കവും 7 കിലോഗ്രാം പൊട്ടാസ്യം ക്ലോറേറ്റും വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. വെടികെട്ട് കലാകാരൻ കുണ്ടന്നൂർ സുന്ദരാക്ഷന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ ആണ് ഇവ സൂക്ഷിച്ചിരുന്നത്. സുന്ദരാക്ഷനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മന്നലാംകുന്നിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാർ. ജനവാസം കുറവായ മറ്റു മേഖലകളിൽ പ്ലാന്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകി. പെരുമ്പിലാവിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഹോട്ടൽ തൊഴിലാളികളുടെ ഐഫോൺ ഉൾപ്പെടെ 2 മൊബൈലും 4000 രൂപയും നഷ്ടപ്പെട്ടു. പുത്തംകുളത്തെ റസിയ വാടക ക്വാർട്ടേഴ്സിലാണ് മോഷണം. വേലൂരിൽ പുരാവസ്തു വകുപ്പിന്റെ അനാസ്ഥ മൂലം ഒരു ചരിത്ര സ്മാരകം വിസ്മൃതി തേടലിന്റെ വക്കിൽ. സംസ്കൃതം മലയാളം ഭാഷകൾക്ക് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ അർണോസ് പാദ്രിയുടെ 2.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഭവനമാണ് തകർച്ച നേരിടുന്നത്. അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.